നമുക്കിന്നൊരു മാങ്ങ അച്ചാറിട്ടാലോ? ഇതെൻ്റെ വീട്ടുമുറ്റത്തുള്ള മാവിലെ മാങ്ങയാണ്. ഇത് കപ്പ മാങ്ങയാണ്. പക്ഷേ ഒരുപാട് വലുതാകുന്ന മുമ്പേ ഞങ്ങൾ പറിച്ചെടുത്താണ് അച്ചാറിടാൻ പോകുന്നത്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയിൽ ഉപ്പിട്ട് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അതിനാവശ്യമായ ചേരുവകൾ: ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പച്ചമുളക്. ഇത് 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച കടുകിൻ്റെ പൊടി. ഇത് വിനാഗിരിയിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങനെ ഇട്ടാൽ നല്ല ചാറോട് കൂടിയ അച്ചാർ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഇട്ടാലോ, അച്ചാറിട്ടാലോ? ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു. പാൻ ചൂടായി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കും. കുറച്ച് മാങ്ങയിലേ ഉള്ളൂ, ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് നമ്മൾ ഓൾറെഡി അത് ഇട്ടിട്ടുള്ളതുകൊണ്ട് കടുക് ഇടുന്നില്ല. കുറച്ച് പച്ചമുളക് മൂക്കട്ടെ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ ഒന്ന് മൂക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ നമുക്ക് നോക്കി കൊടുക്കാം. ഇതൊക്കെ എണ്ണയിൽ കിടന്ന് നമ്മൾ മുരിയട്ടെ. മുരിഞ്ഞ് ഇത് പച്ചമുളകെല്ലാം മാറി ചെറുതായിട്ടൊന്ന് നോക്കട്ടെ. ഇതിപ്പം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ മാങ്ങയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു, ഉപ്പും വെള്ളവും അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് മിക്സാക്കാം. ഈ പുളിയും ഉപ്പും എരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാര നമുക്ക് ആഡ് ചെയ്തിട്ട്, ഒരുപാട് വേണ്ട, ഒരു നുള്ളു. ഇതൊന്ന് മിക്സ്. നിങ്ങൾക്ക് വിനാഗിരി ആവശ്യത്തിന് ഒഴിക്കാം, ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെറു തീ വെച്ചിട്ട് എണ്ണയൊക്കെ ഇപ്പോൾ നല്ല തെളിഞ്ഞിട്ടുണ്ട്. ഈ അരിഞ്ഞ് വെച്ചിട്ട് മാങ്ങ ഇതിലോട്ട് മിക്സ് കൊടുക്കാം. ഇതിപ്പം അച്ചാർ റെഡിയായി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. ചാറ് എല്ലാം ഉണ്ട്. ചാറ്